നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന് നമുക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരം തുടങ്ങിയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് കാണാം. പ്രകൃതിയോടുള്ള സ്നേഹവും ആകാംക്ഷയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ ചിറകുകൾ വിരിച്ചിട്ടുള്ളതാണ്. പ്രകൃതി ദൃശ്യങ്ങളുടെ സാന്നിധ്യത്തിൽ നിന്നുള്ള ആനന്ദം, ഓരോ യാത്രയും നമ്മിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. നഗരത്തിലെ ബൗദ്ധിക സമൃദ്ധിയിൽ ജീവിക്കുമ്പോഴും ഒരു ഹൃദയസ്പർശിയായ യാത്രയുടെ ഓർമ്മകൾ നമ്മെ നിത്യവും വിസ്മയിപ്പിക്കുന്നു. ഞാൻ അനുഭവിച്ച വഴികളിലൂടെ നിങ്ങൾക്കും ഒന്ന് നടക്കുവാൻ, അവിടുത്തെ കാറ്റുകൾ കൈവീശിയ വഴികളിലൂടെ നിങ്ങൾക്കും ഒരു തണുത്ത നിഴൽ നൽകുവാൻ, പച്ചപ്പിൻ്റെ ഉച്ചിയിൽ നിന്നുള്ള സൗന്ദര്യം നിങ്ങൾക്കും നുകരുവാൻ എൻ്റേതായ രീതിയിൽ ഈ സഞ്ചാരക്കുറിപ്പ് നിരത്തി ഞാൻ ശ്രമിക്കുകയാണ്. ഈ യാത്രകൾ സങ്കല്പമല്ല, മനസ്സിൻ്റെ തുറന്ന വാതായനങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന അനുഭൂതികളും സത്യാനുഭവങ്ങളുമാണ്. ഇനി വായനയിലൂടെ തന്നെ ഞാൻ നിങ്ങളെ എൻ്റെ കൂടെ ക്ഷണിക്കുകയാണ്. ഒപ്പം യാത്ര ചെയ്യാം, ഒപ്പം ആസ്വദിക്കാം, ഒപ്പം യാത്രയിലൂടെ ലഭിച്ച നിർവൃതി മനസ്സിൽ സൂക്ഷിക്കാം. ഞാൻ നോക്കിക്കണ്ട കാഴ്ചകളെല്ലാം നിങ്ങൾക്കും കാണാനാകട്ടെ. നനച്ചിട്ടില്ലാത്ത വഴികളിലൂടെ നമുക്കിനി സഹപാഠികളാകാം. അതെ, നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം. പ്രകൃതിയിലേക്കുള്ള കണ്ണഞ്ചിക്കുന്ന കാഴ്ചകളിലേക്കുള്ള നമ്മുടെ നിശബ്ദമായ യാത്ര തുടങ്ങാം. തിരുവനന്തപുരം എൻ്റെ ജന്മനാടായ അനന്തപുരി സംസ്കാരം കൊണ്ടും സമൃദ്ധി കൊണ്ടും പ്രകൃതി സൗന്ദര്യം കൊണ്ടും മറ്റെന്തുകൊണ്ടും മുൻപന്തിയിലാണ്. അവിടെ കാണാൻ കൗതുകമുള്ള പല കാഴ്ചകളുമുണ്ട്. എങ്കിലും എന്നെ ആകർഷിച്ചവ മാത്രം നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കട്ടെ. പല സമയങ്ങളിലും അവസരങ്ങളിലുമായി ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവുമാണ് ഈ സ്ഥലങ്ങളെല്ലാം തന്നെ സന്ദർശിച്ചത്. ഇത്രയും പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ തിരുവനന്തപുരത്തും സമീപ പ്രദേശങ്ങളിലും ഉണ്ടെന്നുള്ളത് അഭിമാനത്തോടെ ഞാൻ ഓർക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തലയെടുപ്പുള്ള പല സ്ഥാപനങ്ങളും അവിടുത്തെ പ്രകൃതി ദൃശ്യങ്ങളും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവും കേരളത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. ഈ ക്ഷേത്രവും അവിടുത്തെ മറ്റ് പ്രദേശങ്ങളും ചരിത്രസമ്പന്നവും പ്രൗഢഗംഭീരവും ആണ്. എല്ലാറ്റിനുമുപരി ഇവിടെ ആത്മീയതയും പ്രകൃതിയുമായുള്ള സഹജീവിതം കാണുകയും ചെയ്യാം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേക്കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മഹാവിഷ്ണു അനന്ത ശയനത്തിൽ കിടക്കുന്ന ഒരു ഭക്തിസാന്ദ്രമായ ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. ദ്രാവിഡ കേരള ശൈലിയിൽ ചേരുന്ന അപൂർവമായ ഒരു ക്ഷേത്ര ശില്പകലയാണിത്. 100 അടി ഉയരമുള്ള ദക്ഷിണേന്ത്യൻ ശൈലിയിൽ പണികഴിപ്പിച്ച ഒരു ഗോപുരം ആണ്. പ്രധാന വിഗ്രഹം മുഖം, നടുവ്, പാദം എന്നീ 3 ഭാഗങ്ങളായി 3 ഗൃഹങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമ്പത്തുകളിലൊന്നായി ഈ ക്ഷേത്രം പരിഗണിക്കുന്നു. ഇവിടുത്തെ നിലവറയിൽ വിവിധ ശേഖരങ്ങളിലായി വൻ സ്വർണവും രത്നങ്ങളുമുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇവിടെ ധാരാളം ആചാരങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യുന്നു. നിയമസഭാ മന്ദിരം, രാജ്ഭവൻ, മ്യൂസിയം, സൂ, കനകക്കുന്ന് കൊട്ടാരം, ഒബ്സർവേറ്ററി, പ്ലാനറ്റോറിയം തുടങ്ങി വൈവിധ്യമാർന്ന അനുഭവങ്ങൾ തിരുവനന്തപുരം നഗരം നമുക്ക് നൽകുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ പ്രാദേശിക, ചാരിത്രിക, സാംസ്കാരിക, ശാസ്ത്രീയ സ്ഥലങ്ങൾ മനോഹരവും അത്യന്തം സമൃദ്ധവുമായ ചരിത്രമാണ് കൈവരിച്ചതെന്ന് പറയേണ്ടതാണ്. ഓരോ സ്ഥലവും ഒരു പ്രത്യേക പ്രാധാന്യം കൂടിയുള്ളതാണ്. നിയമസഭാ മന്ദിരം കേരള നിയമസഭാ മന്ദിരം തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന ആസ്ഥാനമാണിവിടെ. മനോഹരമായ ആർക്കിടെക്ചർ, വലിയ ഡിസ്കഷൻ ഹാൾ എന്നിവ ഇവിടെയുണ്ട്. ഭരണഘടനാപരമായ ഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നു. സന്ദർശകർക്ക് പ്രത്യേക സമയങ്ങളിൽ അനുവാദം ലഭിക്കാറുമുണ്ട് സന്ദർശനത്തിന്. രാജ്ഭവൻ കേരളത്തിൻ്റെ ഗവർണറുടെ ഔദ്യോഗിക വാസസ്ഥലമാണ് രാജ്ഭവൻ. വലിയ വൃക്ഷങ്ങളും തോട്ടങ്ങളാലും ചുറ്റപ്പെട്ട മനോഹരമായ ഒരു പ്രദേശമാണിവിടം. പൊതുജന പ്രവേശനം സാധാരണ സമയങ്ങളിൽ നിയന്ത്രിതമാണ്. എന്നാൽ പ്രത്യേക സന്ദർശനത്തിന് മുൻകൂട്ടി അനുമതി ആവശ്യമാണ്. കേരള സംസ്ഥാന മ്യൂസിയം ആൻഡ് സൂ തിരുവനന്തപുരത്ത് മ്യൂസിയം എന്നത് ചരിത്ര പ്രാധാന്യമുള്ള ശാസ്ത്രീയ കലാസാമഗ്രികൾ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ്. വിവിധ പുരാതന കലാസാഹിത്യങ്ങൾ, ശില്പങ്ങൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്നിവ ഇവിടെ വളരെ വിശദമായി തന്നെ കാണാൻ സാധിക്കും. മനോഹരമായ ഇൻഡോസ് സാരാസൈനിക് ശൈലിയിലുള്ള
ആർക്കിടെക്ചർ പ്രത്യേകം ആകർഷണമാണ്. വളരെ വിപുലമായ മൃഗശാലയാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. വിവിധ ഇനങ്ങളിലുള്ള മൃഗങ്ങളും പക്ഷികളും ജീവജാലങ്ങളും കൊണ്ട് സമൃദ്ധമാണ് ഇവിടം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരിടമാണ്. കനകക്കുന്ന് കൊട്ടാരം. കനകക്കുന്ന് കൊട്ടാരം വലിയ ഒരു കുന്നിൻ മുകളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. വിശേഷ അവസരങ്ങളിൽ ഇവിടുത്തെ ദീപാലങ്കാരങ്ങൾ വർണ്ണനാതീതമാണ്. സാംസ്കാരിക പരിപാടികൾ, ഉത്സവങ്ങൾ എന്നിവയുടെ കേന്ദ്രമായി ഇത് ഉപയോഗിക്കുന്നു. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടതാണ്. പരിസര പ്രദേശം സുന്ദരമായ പുൽമേടുകളാൽ സമ്പന്നമാണ്. ഒബ്സർവേറ്ററി ഹിൽ. ഇത് തിരുവനന്തപുരം നഗരത്തിൽ ശാസ്ത്രീയ നിരീക്ഷണത്തിനുള്ള കേന്ദ്രമാണ്. 1837 ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിതമായിട്ടുള്ളതാണിത്. ആകാശ നിരീക്ഷണം, ജ്യോതിശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്കുള്ള ഉപകരണങ്ങൾ ഇവിടെ കാണാൻ കഴിയും. പ്രിയദർശിനി പ്ലാനറ്റോറിയം. തിരുവനന്തപുരം നഗരത്തിൽ ശാസ്ത്രീയ വിദ്യാഭ്യാസത്തിൻ്റെയും ജ്യോതിശാസ്ത്രത്തിൻ്റെയും ഭാഗമായി ഇത് പറയപ്പെടുകയും സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നു. ഏറ്റവും മികച്ച പ്ലാനറ്റോറിയങ്ങളിൽ ഒന്നായി ഭാരതത്തിൽ പ്രസിദ്ധവും കൂടിയാണ്. ആകാശഗോളത്തിൻ്റെ മോഡലുകൾ, സൂര്യൻ, ഗ്രഹങ്ങൾ എന്നിവയുടെ പ്രദർശനങ്ങൾ, 3D ഷോകൾ എന്നിവ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഇവിടെ ഒരുക്കുന്നുണ്ട്. ഇനി തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാര ഇടങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടണം. ഇനി അടുത്ത എപ്പിസോഡിൽ കാണും വരെയും നന്ദി, നമസ്കാരം.